പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ എഴുതിയതായ ഒരു വേദഭാഗം ഇങ്ങനെയാണ്. 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായി അറിയപ്പെടുന്നവനായ വ്യക്തിയായിരുന്നു ശലോമോൻ. എല്ലാവിധ സുഖസൗകര്യങ്ങളോടും താമസിച്ചിരുന്നവനും ജനത്തെ മുൻപോട്ട് നയിച്ചിരുന്നതുമായ ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ. പക്ഷെ ആ ശലോമോൻ തന്റെ തൂലിക വെച്ച്, അല്ലെങ്കിൽ അർത്ഥാൽ താൻ എഴുതുകയാണ്, നിന്റെ പ്രവൃത്തികളെ നീ യഹോവയ്ക്ക് സമർപ്പിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഒരു കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ് വന്നു വിടുന്നത് പോലാണ് നാം ദൈവത്തിന്റെ കൈകളിൽ എത്തപ്പെടുന്നത്. ദൈവകരങ്ങളിൽ നാം എത്തപ്പെടുമ്പോൾ അതിന് മനോഹാരിത്വം കാണത്തില്ല, അതിൽ ഒരുപാട് കുറവുകളൊക്കെ കാണും. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ വന്നു കഴിയുമ്പോൾ ആ കുറവുകളെ പരിഹരിച്ച് നമ്മെ ശുദ്ധി ചെയ്ത് മാനപാത്രമാക്കി ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. അതായത് ഇവിടെ ശലോമോൻ പറഞ്ഞു, നിന്റെ പ്രവൃത്തികളെ നീ യഹോവയ്ക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവത്തിന് കൊടുക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഇത് നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി കാണുകയും ചെയ്യണം, പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും നമുക്ക് വയ്യ. വചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടും നല്ലതല്ലോ. ദൈവമക്കളെ, നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ലെന്ന്. സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ ഒന്നും നേടാൻ പറ്റത്തില്ല. അഥവാ എന്തെങ്കിലും നേടിയാലും അതിനൊക്കെ പരിമിതികളാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തികളൊക്കെ യേശു കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുത്താട്ട്. അടുത്ത വാക്ക് വായിച്ചത് എന്താ അവിടെ പറഞ്ഞത്? സ്തോത്രം. അവിടെ പറയുന്നു, എന്നാൽ നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കും. ഇന്ന് പകലക്കാലം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണോ? നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് ചില ആഗ്രഹങ്ങളില്ലേ? പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവേ എന്റെ മക്കൾ ഇന്നതായി തീരണം, എന്റെ കുടുംബം ഇന്നതായി തീരണം, എന്റെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലില്ലേ? ആ ആഗ്രഹങ്ങൾ സാധ്യമാകണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക, നമ്മുടെ ചിന്തകളെ ദൈവത്തിന് കൊടുക്കുക. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം നമ്മളെ മോൾഡ് ചെയ്യട്ടെ. പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. മക്കളെ, നിങ്ങളുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, എന്നെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പല കൺഫ്യൂഷൻ മൈൻഡില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ പ്രയാസത്തിൽ ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്യും? എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അവരെ ഏത് കോഴ്സിനാണ് വിടേണ്ടത്? അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ എങ്ങനെയാണ് നല്ലൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്? ഈ കടഭാരത്തെ ഞാൻ എങ്ങനെ മാറ്റാൻ കഴിയും, പരിഹരിക്കാൻ പറ്റും? എങ്ങനെ എനിക്കൊരു വീട് വെക്കാൻ പറ്റും? അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ, മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളൊക്കെ, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ കൊടുക്കുക. അതെന്താണോ അത് കൊടുക്കുക, അല്ലേ? നമുക്കറിയാം, ബൈബിൾ പറയുന്നുണ്ട്, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ യേശു കർത്താവ് പോഷിപ്പിച്ചു. നമ്മുടെ കയ്യിലുള്ളത് കർത്താവിന് കൊടുത്തെങ്കിൽ മാത്രമേ കർത്താവ് അതിനെ പോഷിപ്പിക്കാൻ പറ്റൂ. ഇത് നമുക്കൊന്ന് വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. പത്രോസേ, നിന്റെ പടക് എനിക്കൊന്ന് വിട്ടുതാ, എങ്കിൽ മാത്രമേ നിന്റെ പ്രയാസത്തെ മാറ്റാൻ പറ്റൂ. സഹോദര, സഹോദരി, കുഞ്ഞെ, പിതാവേ, മാതാവേ, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടു. ഇന്ന് നമ്മുടെ ഹൃദയം ചിന്തിക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടു. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറ. അതൊക്കെ ദൈവം സാധിപ്പിച്ചു നൽകും. ഇന്ന് പകൽക്കാലം യേശു കർത്താവിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. നിങ്ങൾ ഇന്നൊരു കൺഫ്യൂഷൻ മൈൻഡിലാണോ? സമാധാനമില്ലാത്ത അന്തരീക്ഷമാണോ? ഉറങ്ങാൻ കഴിയുന്നില്ലയോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികളെ വെച്ചുകൊട്. നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവകരങ്ങളിൽ വെച്ചുകൊട്. നിങ്ങളുടെ ജോലിയെ ദൈവകരങ്ങളിൽ വിട്ടുകൊട്.
നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ചുകൊട്, നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ചുകൊട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവകരങ്ങളിൽ വെച്ചു കൊടുത്താൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ദൈവം നടത്തി തരും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ വഴി നടത്തും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കും. സ്തോത്രം. ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.